to Complementary Physics, Semester 3, Lecture 14, Fraunhofer diffraction due to a single slit for Complementary Physics BSc. Fraunhofer diffraction due to a single slit. And we know in the previous class we have studied there are two types of diffraction. One is the Fresnel diffraction and other is the Fraunhofer diffraction. In the Fresnel diffraction we have studied the diffraction at a single diffraction at a straight edge. And now we study the Fraunhofer diffraction due to a single slit. In Fresnel diffraction we have studied diffraction due to a straight edge. And here in Fraunhofer diffraction we are going to study the diffraction due to a single slit. And you know, one of the important differences between Fresnel diffraction and Fraunhofer diffraction, in this case we use a lens, convex lens. We use one or two lenses. One lens is shown here. The diffraction using convex lenses to produce parallel rays is the feature characteristic of Fraunhofer diffraction. But we have two diffraction. One is Fresnel and another Fraunhofer. Fresnel lens is example we diffraction at a straight edge. This is Fraunhofer diffraction. Here we parallel rays നിർമ്മിക്കാൻ ലെൻസ് ഉപയോഗിക്കും. അപ്പോൾ ലെൻസ് ഉപയോഗിക്കുന്ന ഡിഫ്രാക്ഷനാണ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. അപ്പോൾ അത് സിംഗിൾ സെൽറ്റിൻ്റെ സെൽറ്റ് അറിയാമല്ലോ. സെൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് ബോർഡിൽ നമ്മൾ ഈ നീളത്തിൽ ആ പടം നോക്കുക, നീളത്തിൽ ഒരു ദ്വാരം വെട്ടി വെക്കുന്നതാണ് സെൽറ്റ് എന്ന് പറയുന്നത്. ആ സെൽറ്റിൽ ലൈറ്റ് വന്ന് വീഴുകയാണ്, മോണോക്രോമാറ്റിക് ലൈറ്റ്. ആ ലൈറ്റ് സെൽറ്റിൻ്റെ അവിടെ വെച്ച് ഡിഫ്രാക്റ്റ് ചെയ്യും. സെൽറ്റിൻ്റെ ആ വക്കെ വെച്ച് ഡിഫ്രാക്റ്റ് ചെയ്തിട്ട് പല വഴിക്കങ്ങോട്ട് പോകും. അത് ലെൻസ് പിടിച്ച് ഒരു സ്ക്രീനിൽ നമുക്ക് എത്തിക്കുകയാണ്. ആ ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിലുള്ള ഒരു സ്ക്രീനിൽ, ഫോക്കൽ എന്താണ് കാണിച്ചിരിക്കുന്നത്, ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിലുള്ള ഒരു സ്ക്രീനിൽ ഈ ഡിഫ്രാക്റ്റ് ചെയ്ത് വരുന്ന സ്ലിറ്റിൽ ഡിഫ്രാക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിനെ വീഴ്ത്തുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്ലിറ്റിൻ്റെ പടമല്ല കാണുന്നത്, മറിച്ച് അനേകം ബാൻസാണ് കാണുന്നത്, ഡാർക്കും ബ്രൈറ്റും ബാൻസ്. അതാണ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ഡ്യൂ ടു എ സിംഗിൾ സ്ലിറ്റ്. അപ്പോൾ ഈ പാറ്റേൺ എങ്ങനെ കിട്ടും എന്ന് വിശദീകരിക്കുക. ഒരു സ്ലിറ്റിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചാൽ ഇങ്ങോട്ട് മാറി സ്കെയിൽ കിട്ടുന്നത് ഒരു സ്ലിറ്റിൻ്റെ ഇമേജ് മാത്രമല്ല, അതിൻ്റെ കൂടെ അനേകം ബാൻസ് കിട്ടും, ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻസ്. ആ സ്ലിറ്റിൻ്റെ അതേ രൂപത്തിൽ അതേ ഷേപ്പിൽ അനേകം ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻസ് കിട്ടും. അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയാണ്. ഇതല്പം ലെങ്തിയാണ്, അതുകൊണ്ട് നമ്മൾ ഇന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് പറയുന്നത്. ഈ ലെക്ചർ അടുത്ത ലെക്ചർ, കാരണം അല്പം ലെങ്തിയാണ്, അറ്റസ്റ്റ് ചെയ്തില്ല കേൾക്കുന്നത് അല്പം പ്രയാസമാണ്, അതുകൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയും. The question is discuss the Fraunhofer diffraction due to a single slit and explain the intensity of the diffraction pattern. അപ്പോൾ സിംഗിൾ സ്ലിറ്റിൻ്റെ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ, ആ ബാൻഡുകളുടെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് വരച്ച് കാണിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. അതുപോലെ ഒരു ഗ്രാഫ് നമ്മൾ സ്ട്രൈറ്റ് എഡ്ജിൽ ഫ്രണ്ട് ഡിഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ ഒരു ഗ്രാഫ് വരുന്നുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ തിയറി പാർട്ടാണ് പറയാൻ പോകുന്നത്. Consider a large slit with width small b, width b. L is a convex lens and S is a screen kept at a distance upon which a diffraction pattern is seen. Let F is the focal distance between lens and the screen. The intensity of diffraction pattern obtained on the screen can be. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണും. ഒരു സ്ലിറ്റ് എസ് നമ്മൾ ഇലൂമിനേറ്റ് ചെയ്തു, അതിന് തൊട്ട് മുമ്പിൽ ഒരു ലെൻസ് വെച്ചിരിക്കുന്നു. ആ ലെൻസിൽ നിന്ന് മാറി അതിൻ്റെ ഫോക്കൽ പ്ലെയിനിൽ എഫ് അകലെ ഒരു സ്ക്രീൻ വെച്ചിരിക്കുന്നു. സ്ക്രീനിലാണ്
ഈ സിംഗിൾ സ്ലിറ്റിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ പടം ഒന്നുകൂടെ റീഡ്രോ ചെയ്ത് കേട്ടോ. ആ പടം ഒന്ന് റീഡ്രോ ചെയ്തിരിക്കുക. ആ സ്ലിറ്റിനെ വളരെ വീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. A1 A2 A3 അങ്ങനെ വളരെ വീതിയുള്ള സ്ലിറ്റായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ ആ സ്ലിറ്റിൻ്റെ ഓരോ പോയിന്റിൽ നിന്നും ലൈറ്റിങ്ങിനെ ആരംഭിക്കുന്നത് കാണിച്ചിരിക്കുകയാണ്. ലെൻസ് ഫോക്കസ് ചെയ്യുന്നു. സ്ക്രീനാണ് ആ ഫോക്കൽ പ്ലെയിനിൽ എഫ് സ്ക്രീനാണ് വെച്ചിരിക്കുന്നത്. സ്ക്രീനിലെ ഒരു പോയിന്റ് നേരെ നടക്കുന്ന വേറൊരു മുകളിലോട്ട് മാറിയുള്ള പോയിന്റാണ് പി എന്ന് പറയുന്നത്. പിയിലൊരു ഡാർക്ക് ബാൻഡ് ബ്രൈറ്റ് ബാൻഡ് കിട്ടും. ഏത് ബാൻഡ് കിട്ടും അതിൻ്റെ കണ്ടീഷൻ പറയുകയാണ് നമ്മളിവിടെ. അപ്പോൾ ഇവിടെ പിയിൽ കിട്ടുന്ന ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ I I0 sin square beta by beta square എന്നാണ്. I0 ഒരു മാക്സിമം ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻറ്റ്, സൈൻ സ്ക്വയർ ബീറ്റ ബൈ ബീറ്റ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. പടം മനസ്സിലായല്ലോ. ആ സ്ലിറ്റിനെ അനേകം ചെറിയ പാർട്ടായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. A1 A2 A3 ഇങ്ങനെ പോയിന്റ് എടുത്തുകൊണ്ട് പിന്നെ ആ ലൈനിലെ പെർപെൻഡിക്കുലർ വരച്ചവരുണ്ട്. A1 A2 ഡാഷ് A2 A3 ഡാഷ് A3 A4 ഡാഷ് അങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചവരുണ്ട്. ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ തീറ്റ കാണിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ പോയിന്റ് പി കാണിച്ചിട്ടുണ്ട്. ഫോക്കൽ പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്. ഫോക്കൽ ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. പിയിൽ ഡാർക്ക് വാല്യൂ ബ്രൈറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നമ്മൾ പറയാൻ പോവുക. The slit of width small b can be assumed to be consisting of a large number of equally spaced point sources. Each point source will act as. അപ്പോൾ സ്ലിറ്റിനെ നമ്മൾ അനേകം പോയിന്റ് സോഴ്സായിട്ട് വിചാരിക്കുകയാണ്. ആ പോയിന്റ് സോഴ്സുകളെയാണ് A1 A2 A3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. Now we look. The point source will send out wavelets. These wavelets interfere each other and diffraction bands are produced. Let A1 A2 A3 etc. be the point sources. Let distance between two consecutive point sources be delta. അതൊരു പോയിന്റ് ആണ്. നമ്മൾ സ്മോൾ ബി ഉള്ള സ്ലിറ്റിനെ അതേ ചെറിയ പോയിന്റ് സോഴ്സായിട്ട് ഭാഗിക്കും. A1 A2 A3 etc. എന്നുള്ളതാണ് പോയിന്റ് സോഴ്സ്. രണ്ട് പോയിന്റ് സോഴ്സ് തമ്മിൽ അകലം ഡെൽറ്റ ആയിട്ട് വിചാരിക്കുക, ക്യാപിറ്റൽ ഡെൽറ്റ ആയിട്ട് വിചാരിക്കുക. There are n point sources. n എണ്ണായിട്ടാണ് ഭാഗിക്കുന്നത്. There are n point sources in the slit. Then the width b is equal to n-1 delta. അപ്പോൾ n point സോഴ്സ് ഉണ്ടെങ്കിൽ ആ സ്ലിറ്റിൻ്റെ ആകെ വിടുത്ത് n-1 ഡെൽറ്റയാണ്. ഈ n-1 വന്ന് മനസ്സിലായോ? നമുക്കറിയാം ഇപ്പോൾ രണ്ട് പോയിന്റിനൊക്കെ രണ്ട് പോയിന്റിനകത്തൊരു ഗ്യാപ്പാണല്ലോ. ഇപ്പോൾ നമ്മൾ രണ്ട് പേരുന്ന ഒരു ഗ്യാപ്പ് ഇടയ്ക്ക് ഉണ്ടാകും. മൂന്ന് പേര് കഴിഞ്ഞാൽ രണ്ട് ഗ്യാപ്പ്. അപ്പോൾ n സ്ലിറ്റുകളുണ്ടെങ്കിൽ n പോയിന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ n-1 ഗ്യാപ്പുകളാണ്. ഒരു ഗ്യാപ്പിൻ്റെതാണ് സ്ലിറ്റ് ഇവിടുത്തെ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ബീസ് n-1 ഡെൽറ്റ. ഇനി n വളരെ വലിയ സംഖ്യ ആയതുകൊണ്ട് ഈ 1 കളയാം. ബീസ് n ഡെൽറ്റ എന്ന് എഴുതിയാലും ശരിയാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു ചോക്ക് രണ്ട് കഷ്ണമാക്കാൻ ഒന്ന് ഒടിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ 1 എന്നുള്ളതാണ് ഒരു ഗ്യാപ്പായിട്ട് വരുന്നത്. 10 പ്രാവശ്യം ഒടിച്ചാൽ 11 കഷ്ണം ഉണ്ടാകുന്ന പറഞ്ഞ പോലെ. ഇവിടെ 11 പോയിന്റാണ്. 11 പോയിന്റിന് ഇടയ്ക്കുള്ള സ്ഥലം 10 ഗ്യാപ്പാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ബീസ് n-1 ഇൻറ്റു ഡെൽറ്റ. അപ്പോൾ n വളരെ വലിയ സംഖ്യയാണെങ്കിൽ n-1 n തന്നെയാണ്. അപ്പോൾ n ഡെൽറ്റ എന്ന് പറയാം. ലെറ്റ് തീറ്റ ബി ദി ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. നമ്മൾ തീറ്റ കാണിച്ചിട്ടുണ്ട് പടത്തിൽ. ടേക്ക് എ പോയിന്റ് A2 ഡാഷ് സച്ച് ദാറ്റ് A1 A2 ഡാഷ് ഈസ് എ നോർമൽ. ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ റേസ് സ്റ്റാർട്ടിങ് ഫ്രം A1. നമ്മൾ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. റേസ് സ്റ്റാർട്ടിങ് ഫ്രം A1 താഴെ ഉണ്ട്. ഫ്രം A1 ആൻഡ് A2 ആൻഡ് റീച്ചിങ് ഇറ്റ് P is given by delta is A2 ഡാഷ്. അത് പടത്തിൽ നോക്കിയാലേ മനസ്സിലാകും. ഈ പടം നോക്കിയേ. A1 A2 രണ്ട് പോയിന്റ് സോഴ്സാണ് നീ കാണുന്നത്. അതിൽ നിന്ന് ലൈറ്റ് പോയി പിയിൽ വീഴുകയാണ്. തീറ്റയാണ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. തീറ്റ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പാത്ത് ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ നോർമൽ വരക്കണം. A1 A2 ഡാഷ് വരക്കണം. നോർമലിന് ശേഷം പാത്ത് ഡിഫറൻസ് ഇല്ല. അതിന് മുമ്പുള്ളതാണ് പാത്ത് ഡിഫറൻസ്. ആ പാത്ത് ഡിഫറൻസ് എന്നാണ് A2 ഡാഷ്. ആ പെർപെൻഡിക്കുലർ ഇപ്പുറത്തുള്ള ദൂരമാണ് A2 ഡാഷ്, ചെറിയ ദൂരം. താഴത്ത് എന്താണ് പാത്ത് ഡിഫറൻസ്? A3 ഡാഷ്. അടുത്ത പോയിന്റ് സോഴ്സിൻ്റെ പാത്ത് ഡിഫറൻസ് എന്താണ്? സോഴ്സിൽ നിന്നുള്ള പാത്ത് ഡിഫറൻസ് A4 ഡാഷ്. അപ്പം നമ്മൾ ഈ ആദ്യത്തേൽ A2 ഡാഷ് പാത്ത് ഡിഫറൻസ് ആണ്.
അത് കണ്ടുപിടിക്കാൻ ആ ട്രയാങ്കിൾ എടുക്കണം. A1 A2 A2 ഡാഷ് എടുക്കണം. ആ മുകളിലത്തെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ A1 ആംഗിൾ തീറ്റ ആയിരിക്കും. അപ്പോൾ A2 A2 ഡാഷ് എടുക്കണമെങ്കിൽ നമ്മൾ അവിടെ സൈൻ തീറ്റ എടുത്താണ്. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. A2 A2 ഡാഷ് ബൈ A1 A2. A1 A2 is capital delta. A2 A2 dash is path reference. And that step we write. You look here. The path reference delta is A2 A2 dash. From triangle A1 A2 A2 dash sin theta. We take sin theta. A2 A2 dash by A1 A2. That is sin theta is equal to A2 A2 dash by again A1 A2. The step is repeated. That is sin theta is equal to delta by delta. Delta is A2 A2 dash, the path reference. And capital delta is the distance between any two point sources. A1, A2, A3, etc. point sources. Distance between any two point sources, capital delta. So sin theta we can write as delta by delta. Small delta is A2 A2 dash. Capital delta is A1 A2 distance. The distance between the two point sources inside the slit. Therefore, delta is capital delta sin theta. So, corresponding phase difference. You know, if path difference is given, phase difference can be found by multiplying it by 2 pi by lambda. Therefore, phi is equal to 2 pi by lambda in delta. That is the phase difference. That is phase difference. You put the value of delta. Phi is 2 pi by lambda into delta sin theta. Small delta is capital delta sin theta. That's equation number 3. Next point is secondary wavelengths starting from A1 can be represented by the equation E1 is A cos omega t. അപ്പോൾ A1 നിന്ന് പോകുന്ന വേവിനെ നമുക്ക് E1 എന്ന് പറയാം. A2 നിന്ന് പോകുന്ന വേവിനെ ഈ A1 A2 A3 എല്ലാം സ്ലിറ്റിനകത്തുള്ള നമ്മൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ പോയിന്റ് സോഴ്സുകളാണ്. അപ്പോൾ ഒന്നാമത്തിൽ നിന്ന് പോകുന്ന വേവിനെ E1 is A cos omega t. രണ്ടാമത്തിൽ നിന്നുള്ള വേവിനെ E2 A cos omega t minus beta omega t minus phi ആണ് നമ്മൾ കണ്ടുപിടിച്ച ഫേസ് ഡിഫറൻസ്. E3 A cos omega t minus 2 phi. അങ്ങനെ എന്ത് സോഴ്സിൽ നിന്ന് എന്ത് പോയിന്റ് സോഴ്സിൽ നിന്ന് പോകുന്ന വേവ് N is A cos omega t minus n minus 1 phi. അപ്പോൾ E3 ആകുമ്പോഴേ 2 ആണ്. E2 ആകുമ്പോൾ ഒരു phi ഉള്ളു. E3 ആകുമ്പോൾ 2 phi ഉണ്ട്. En ആകുമ്പോൾ ഒന്ന് കുറവായിരിക്കണോ n minus 1 phi. അങ്ങനെയാണ്. En is equal to A cos omega t minus n minus 1 phi. In all these cases, the value of phi is given by the equation number 3. ഇപ്പോൾ മുകളിൽ കാണുന്ന 3 ആണ് ഈ ഇക്വേഷനകത്ത് വരുന്ന ഫൈയുടെ വില. ഇനി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ അപ്ലൈ ചെയ്യും. എല്ലാ വേവും കൂടി കൂടുന്ന രീതിയിൽ all the waves must superpose means superimpose at P. Therefore, by the principle of superposition of waves, the resultant wave at P is given by E is equal to E1 plus E2 plus etc. plus En. അപ്പോൾ ആകെ ഡിസ്പ്ലേസ്മെൻറ്റ് പിയിൽ കാണാനായിട്ട് എല്ലാം കൂടി കൂട്ടിയാൽ മതി. That is E is equal to E1 plus E2 plus etc. plus En. So we write the values of E1, E2, E3 etc. That is E is equal to A cos omega t plus A cos omega t minus 5 plus etc. plus A cos omega t minus n minus 5. അപ്പോൾ ഇതൊരു ട്രിഗണോമെട്രിക് അഡീഷൻ ആണ്. എ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കോൺ ഫാക്ടർ E is equal to A into cos omega t plus cos omega t minus 5 plus etc. cos omega t minus n minus 1 5. ഇത് ആസച്ച് ആഡ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ച് കാണത്തില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കാണാതെ ഒന്ന് പഠിക്കണം. ഈ കോസ് ടേം എല്ലാം കൂടി കോസ് ഒമേഗ ടി മൈനസ് 5 എക്സെട്ര കോസ് ഒമേഗ ടി മൈനസ് n മൈനസ് 1 5 എല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതിൻ്റെ ഉത്തരം കൂട്ടേണ്ട കാര്യമില്ല. ഇവിടെ കൂട്ടുന്ന ഉത്തരങ്ങൾ പഠിച്ചാൽ മതി. ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്
sine n5 by 2 by sine 5 by 2 into cos omega t minus n minus 1 5 by 2 എന്ന് കിട്ടും. ആ കാണുന്ന ടേം എല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരമാണ് സൈൻ എൻ 5 by 2 by സൈൻ 5 by 2 ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് എൻ മൈനസ് 1 5 by 2. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരിടത്തും കാണിക്കാറില്ല. ഇതെങ്ങനെയാണെന്ന് അങ്ങ് പഠിക്കുകയാണ്. ഒരു ട്രിഗണോമെട്രിയിൽ നമ്മൾ ആഡ് ചെയ്താൽ കിട്ടും, സീരീസ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. ഈ വാല്യൂ മുകളിലത്തെ ഈയുടെ ഇക്വേഷൻ കൊടുക്കണം. That is E is equal to A sin n 5 by 2 by sin 5 by 2 into cos omega t minus n minus 1 5 by 2. ഇതിൽ ഈ ആദ്യ ടേമിനകത്ത് നമുക്ക് ഈ ടി ഇല്ലാത്ത ടേമാണല്ലോ, ഒരു കോൺസ്റ്റന്റ് ടേമാണ്, സ്മോൾ ടി ഇല്ലാത്ത ടേമാണ്. അതുകൊണ്ട് അതിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വിളിക്കുക. പുട്ട് എ സൈൻ എൻ 5 by 2 by sin 5 by 2 is 0. That is E is equal to E0 cos omega t minus n minus 1 5 by 2, equation number 5. ഇങ്ങനെ വരും. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ റിസൾട്ടൻ്റ് വേവ് അറ്റ് പി. ഇതാണ് പിയിൽ കിട്ടുന്ന റിസൾട്ടൻ്റ് വേവിൻ്റെ ഇക്വേഷൻ. എല്ലാ പോയിന്റ് സോഴ്സും നമ്മൾ ആ സ്ലിറ്റിനെ, സ്മോൾ ബി വിടുത്തുള്ള സ്ലിറ്റിനെ അനേകം പോയിന്റ് സോഴ്സായിട്ട് ഭാഗിക്കും. A1 A2 A3 എക്സെട്ര പോയിന്റ് സോഴ്സായിട്ട് ഭാഗിക്കും. ഈ എല്ലാ പോയിന്റ് സോഴ്സിൽ നിന്നും കൂടി ആ പിയിൽ വരുന്ന വേവിൻ്റെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയാണ് E0 കോസ് ഒമേഗ ടി മൈനസ് എൻ മൈനസ് 1 5 by 2 എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ ദ റിസൾട്ടൻ്റ് വേവ് അറ്റ് പി. അതൊന്നുകൂടി നമ്മൾ മാറ്റി പറയുന്നത് നോക്കുക. ആ ഇക്വേഷൻ മോഡിഫൈ ചെയ്യും. വി ഹാവ് ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യണം. E0 is A sin n 5 by 2 sin 5 by 2. ആ E0 എന്നുള്ള വാല്യൂ. ഈ 5 by 2 is small, then sin 5 by 2 is 5 by 2. അത് നമ്മൾ പഠിക്കുന്നതാണല്ലോ. If theta is small, sin theta is theta എന്ന് പഠിക്കുന്നതാണ്. Therefore E0 is A sin n 5 by 2 by 5 by 2. അവിടെ നോക്കുക, ഈ sin 5 by 2 5 by 2 എന്ന് എഴുതും. പക്ഷേ sin n 5 by 2 നമ്മൾ n 5 by 2 എന്ന് എഴുതത്തില്ല. കാരണം n 5 by 2 വലിയ വാല്യൂ ആണ്, കാരണം n വലിയ സംഖ്യയാണ്. അപ്പോൾ ഈ സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്നുള്ള ഇക്വേഷൻ അവിടെ പറ്റത്തില്ല. കാരണം സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ ഇഫ് തീറ്റ ഈസ് സ്മോൾ, അങ്ങനെ പഠിക്കുന്നു. ഇപ്പോൾ സ്മോൾ ആയിട്ട് വരുന്ന 5 by 2 ആണ്. അതുകൊണ്ട് അവിടെ നമുക്ക് 5 by 2 എന്ന് കൊടുക്കുക. n 5 by 2 ഒരു സൈൻ വാല്യൂവിൻ്റെ ഒരു സ്മോൾ ആംഗിൾ അല്ല. അതുകൊണ്ട് അവിടെ നമുക്ക് അപ്രോക്സിമേഷൻ പറ്റത്തില്ല. സൈൻ n 5 by 2 അതിപ്പോൾ എഴുതണം, കാരണം n 5 by 2 വലിയ ആംഗിളാണ്. സൈൻ 5 by 2 നമുക്ക് 5 by 2 എന്ന് എഴുതാം, കാരണം 5 by 2 ചെറിയ ആംഗിളാണ്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ എന്ന് കിട്ടും നമുക്ക് E0 is A sin n 5 by 2 by 5 by 2 എന്ന് കിട്ടും. അതിൽ ആ n 5 by 2 മുകളിൽ കാണുന്ന അതിനെ നമ്മൾ ബീറ്റ ആയിട്ട് വിളിക്കും. ഇതാണ് നമ്മൾ ആദ്യ ഇക്വേഷനകത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ടേമാണ് ബീറ്റ. Put n 5 by 2 is beta. That is 5 by 2 is equal to beta by n. That is a cross multiplication. That is E0 is equal to sin beta by n 5 by 2. That is E0 is equal to, that n will go to the numerator, na sin beta by beta. But na is equal to, what is na? Na we write as capital A, put, but put. Na you write as capital A. A is amplitude of wave. So we get E0 is A sin beta by beta, equation number 7. Put this E0 in equation number 5. 5 look. We can go back to 5. This is 5. Here we put E0. Put this in equation 5. That is A sin beta by beta cos omega t minus n minus 1 5 by 2.
And you know, when n is very large, n minus 1 is n. So n minus 1 into 5 by 2 can be written as n 5 by 2. When n is large, which is actually beta, n 5 by 2 is beta. That we have written 3 or 4 steps above. Here you look, 5 by 2 is beta by n. So here n 5 by 2 is beta. That we put. Then we get E is equal to A sin beta by beta cos omega t minus beta. Equation number 8. Here is the resultant wave at P whose amplitude is given by E0 sin beta by beta. അപ്പോൾ അങ്ങനെ എല്ലാ പോയിന്റ് സോഴ്സിൽ നിന്നും സ്ലിറ്റിനെ നമ്മൾ അനേകം പോയിന്റ് സോഴ്സ് A1 A2 A3 etc ഭാഗിച്ചിട്ട് അവയിൽ നിന്ന് സെക്കൻഡറി വേവലിറ്റികൾ വരികയും പിയിൽ കൂടിച്ചേർന്ന് റിസൾട്ടൻ്റ് വേവ് ഉണ്ടാകുകയും ആ റിസൾട്ടൻ്റ് വേവിന് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ആ റിസൾട്ടൻ്റ് വേവ് ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു A സൈൻ ബീറ്റ ബൈ ബീറ്റ കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ. ഇക്വേഷൻ നമ്പർ 8. ഇതിൽ ആംപ്ലിറ്റ്യൂഡ് ടേമായിട്ട് വരുന്നത് ആദ്യ ടേമാണ്. ആ കോസിന് മുന്നിലുള്ള ടേമാണ്. ആംപ്ലിറ്റ്യൂഡ്. അത് വെച്ചാണ് ഇനി എക്സ്പ്ലനേഷൻ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ പകുതിയായുള്ള സൈഡ്, ബാക്കി പകുതി നമുക്ക് എഴുതണം. Here is a resultant wave at P whose amplitude is given by E0 is A sin beta by beta. Now expression for intensity I. You know intensity proportional to A square, I proportional to A square, I proportional to E0 square. E0 is A sin beta by beta. And that we put here and we find intensity. And when we find intensity, we can see that there are number of bands. And that discussion takes some time. And that we discuss in the next lecture. That is all now. Thank you very much.